പെട്ടെന്ന് ബസ് കാത്തുനിന്ന അഖിലേക്കരികിലേക്ക് പേടിച്ചറിഞ്ഞ നിലയിൽ ദക്ഷ വന്നു. എന്താടി? എടി, ബുക്ക് മാഞ്ഞുപോയി. ബുക്കോ? അല്ല, ബുക്കിന്റെ ഉള്ളിൽ എഴുതിയത്. എന്തോന്ന്? എടി, മറ്റേ ബുക്കിലെ തമ്പുരാൻ, അതിന്റെ ഉള്ളിലൊന്നുമില്ല, ഫുൾ ബ്ലാങ്ക്. എന്നെ പൊന്നു കൊച്ച, എനിക്കൊന്നും മനസ്സിലായില്ല. എടി, ഇന്നലെ അമ്മ ആ ബുക്ക് തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. നൈറ്റ് ഞാൻ ഒന്നുകൂടെ വായിക്കാന്ന് കരുതി എടുത്തപ്പോ അതിന്റെ ഉള്ളിലൊന്നും ഇല്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? എന്താ? നീ ചുമ്മാ തള്ളിയതല്ലേ? ഇതേ കർണക്കുറ്റി കിട്ടുമെന്ന് തന്നാണ്ടല്ലോ. അല്ലാണ്ട് പിന്നെ ആൾക്കാർ റോബോട്ടിനെ വരെ കല്യാണം കഴിക്കുന്ന കാലത്ത് നീ മാത്രം വായിച്ചൊരു ബുക്കും സ്വപ്നത്തിൽ നിന്നെ ഇതിനു മുമ്പ് കാണാത്ത ആദിത്യൻ സാറും ഇപ്പൊ അതാണ്ടെ ആ ബുക്കിലൊന്നും ഇല്ലാണ്. ആരും വിശ്വസിക്കോടി ഇതൊക്കെ? വേണ്ട, ആരും വിശ്വസിക്കണ്ട. ഇടി, അല്ലാതെ പിന്നെ ഇതൊക്കെ നീ മാത്രമേ കണ്ടിട്ടുള്ളൂ. നീ ഉണ്ടാക്കി പറയ. നിർത്ത്, മതി. ഞാൻ എല്ലാം ഉണ്ടാക്കി പറഞ്ഞത് തന്നെയാണ്, നീ വിശ്വസിച്ചോ? അല്ലാതെ പിന്നെ ഇതൊക്കെ വിശ്വസിക്കാൻ എന്താ തെളിവ്? വേണ്ട, നീ വിശ്വസിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അഖില പിന്നെ ഒന്നും മിണ്ടിയില്ല. ദക്ഷയുടെ കണ്ണുകൾ രോക്ഷം കൊണ്ട് നനവ് പടർത്തി. ബസ് കയറിയപ്പോഴും ഇറങ്ങിയപ്പോഴും ക്ലാസ്സിലേക്ക് നടന്നപ്പോഴും ഒന്നും രണ്ടാളും പരസ്പരം മിണ്ടിയില്ല. ഫസ്റ്റ് പീരീഡിനായുള്ള മണി മുഴങ്ങിയപ്പോൾ ആദിത്യൻ ക്ലാസ്സിലേക്ക് വന്നു. വന്നപാടെ ദക്ഷയുടെ മുഖം ആദിത്യൻ ശ്രദ്ധിച്ചു. അവൾ ദേഷ്യത്തിലാണ്. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ആദിത്യൻ അഖിലയെ ശ്രദ്ധിച്ചത്. രണ്ടാൾക്കും ഇടയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ആദിത്യന് ബോധ്യപ്പെട്ടു. പല ആവർത്തി ആദിത്യൻ ദക്ഷയുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഇന്റർവെല്ലിന് ആദിത്യൻ ദക്ഷയെ സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ചു. നീയും അഖിലയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. കള്ളം പറയരുത്. എന്തുണ്ടായ പറ. ഇവിടുന്ന് പറയാൻ പറ്റില്ല. എന്നാ നൈറ്റ് വിളിക്കേ? ഇല്ല, എനിക്ക് നേരിട്ട് സംസാരിക്കണം. അതിപ്പോ സാറിന്റെ വീട്ടിൽ പോവാം. വീട്ടിലെന്തു പറയും? അതെനിക്ക് വിട്ടേക്ക്. ഇത്രയും പറഞ്ഞ ദക്ഷ ശരവേഗത്തിൽ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആദിത്യൻ ഗാഢമായ ചിന്തയിലാണ്. അവർക്കിടയിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക എന്നറിയാൻ അവൻ ആകാംക്ഷയായി. വൈകുന്നേരം കോളേജ് വിട്ട് അഖില നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. ദക്ഷ ആദിത്യന്റെ കാറിന് സമീപവും. കുറച്ചു കഴിഞ്ഞ് ആദിത്യൻ വന്നു. മറ്റുള്ളവർ കാണുമെന്നുള്ള പേടിയൊന്നും ഇന്ന് ദക്ഷയ്ക്ക് ഉണ്ടായില്ല. അവൾ യാതൊരു കൂസലും കൂടാതെ ഫ്രണ്ട് സീറ്റിൽ തന്നെ കയറിയിരുന്നു. ദക്ഷയുടെ മുഖത്തെ ഗൗരവം കണക്കിലെടുത്ത് ആദിത്യൻ അവളോടൊന്നും ചോദിച്ചില്ല. വീട്ടിലെത്തിയതും മതം പൊട്ടിയ ആന കണക്കെ ദക്ഷ കാറിന്റെ ഡോർ തുറന്നിറങ്ങി അത് വലിയ ശബ്ദത്തോടുകൂടി വലിച്ചടച്ചു. ആദിത്യൻ മൗനം പൂണ്ടു. ഡോർ തുറന്ന് അകത്തേക്ക് കയറിയതും ദക്ഷ അവളുടെ ബാഗ് സോഫയിലേക്ക് എറിഞ്ഞു. ആദിത്യൻ ഡോർ ലോക്ക് ചെയ്ത് ബാഗ് സാവധാനത്തിൽ സോഫയിലേക്ക് ഇട്ടു. ആദിക്ക് എന്നെ വിശ്വാസമാണോ? പിന്നല്ലാണ്ട്. എന്നാ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കോ? പിന്നെന്താ, നീ പറ. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കോളേജിൽ വെച്ചല്ല. പിന്നെ? സ്വപ്നത്തില്. സ്വപ്നത്തിലോ? സത്യം. അതുകൊണ്ട് അന്ന് ആദ്യ കോളേജിൽ നിന്ന് കണ്ടപ്പോ ഞാൻ ഓടിയത്. ഞാൻ പറയുന്നത് സത്യാദി. ഓക്കെ. അങ്ങനെ ചിലർക്ക് സംഭവിക്കാറുണ്ട്. ഇത് പറഞ്ഞിട്ട് അകലെ വിശ്വസിച്ച് കാണില്ല അല്ലെ? അതിനാണോ രണ്ടും തെറ്റിയേ? അല്ല. പിന്നെ? ആദി, ഇനി ഞാൻ പറയുന്നത് സത്യവുമാണ് സീരിയസുമാണ്. പറ. ഞാൻ അച്ഛമ്മയെ കാണാൻ വെക്കേഷൻ തീരാൻ ഒരാഴ്ചക്ക് മേലുള്ളപ്പോ തറവാട്ടിൽ പോയിരുന്നു. അപ്പോഴാ ഞാൻ തമ്പുരാൻ എന്ന ബുക്ക് വായിച്ചത്. ഞാൻ പറഞ്ഞില്ലേ? ആ പബ്ലിഷ് ചെയ്യാത്ത ബുക്ക്. അത് കല്യാണം കഴിച്ചിട്ടും ഒന്നിച്ച് ജീവിക്കാൻ പറ്റാതെ പോയ ഒരു തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും കഥയായിരുന്നു. തമ്പുരാട്ടിയെ അവിടെ ഉള്ളവര് തീയിലിട്ടു. അത് കണ്ട് തമ്പുരാൻ വെള്ളത്തിൽ ചാടി. രണ്ടുപേരും മരിച്ചു. ഇനി ഏതെങ്കിലും ജന്മത്തിൽ ഒന്നിക്കുക എന്ന ആഗ്രഹത്തോടെ. ഓ, നൈസ് ത്രെഡ്. അന്ന് രാത്രി ഞാൻ അതൊക്കെ സ്വപ്നം കണ്ടു. അതില് തമ്പുരാൻ ആദിയുടെ മുഖമായിരുന്നു. സത്യം, ഞാൻ ആദിയെ തന്നെയാ കണ്ടത്. ശരി, എന്നിട്ട്? തമ്പുരാട്ടിക്ക് എന്റെ മുഖവും. സത്യ ആദി, എന്നെ ഒന്ന് വിശ്വസിക്കേ. ഓക്കെ, ഞാൻ വിശ്വസിക്കുന്നു. ഇതിലിപ്പോ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഇനി ആ തമ്പുരാനും തമ്പുരാട്ടിയും നമ്മൾ തന്നെയാണെങ്കിൽ സന്തോഷിക്കല്ലേ വേണ്ടേ? ആദി, പക്ഷെ എന്താ അഖില വിശ്വസിക്കുന്നില്ലേ? അതല്ല, ഞാൻ അമ്മയോട് ആ ബുക്ക് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു, ആദിക്ക് തരാൻ വേണ്ടി. പക്ഷെ ഇന്നലെ രാത്രി അത് തുറന്നു നോക്കിയപ്പോ അതിലൊരു വരി പോലും ഇല്ല ആദി. സത്യം, ഞാൻ കാണിച്ചു തരാം. ദക്ഷ ധൃതിയിൽ സോഫയിൽ കിടന്ന ബാഗിന്റെ കള്ളി വലിച്ചു തുറന്ന് ആ ബുക്ക് എടുത്ത് ആദിത്യന് കൊടുത്തു. അവൾ പറഞ്ഞതുപോലെ അതിന്റെ ഉൾത്താളുകൾ ശൂന്യമായിരുന്നു. കണ്ടോ, ഇത് പറഞ്ഞപ്പോ അഖില ഞാൻ ഉണ്ടാക്കി പറഞ്ഞ ഒരു കഥ പോലെയാ കണ്ടേ. ഞാനത് എങ്ങനെയാ അവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക? ആദ്യെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? എടി, ചിലപ്പോ ബുക്ക് മാറിപ്പോയതാവും. അല്ല, അവിടെ ഈ ഒരൊറ്റ ബുക്കേ ഉള്ളൂ. ഇതിപ്പോ ഞാനെന്ത് പറയാനാ? ഇത് മാഞ്ഞു പോയി. അതെന്തായിരിക്കും? ദക്ഷ, എനിക്ക് പേടിയാവുന്നു ആദി. വേറെന്തെങ്കിലും കാരണമായിട്ടായിരിക്കും. അല്ല, നമുക്ക് എന്തോ സംഭവിക്കും. നമുക്കൊന്നും സംഭവിക്കില്ല.
നിന്റെ കഥയിലെ തമ്പുരാനെ പോലെ ഞാൻ കൈയും കെട്ടി നോക്കി നിന്ന് പോയി വെള്ളത്തിൽ ചാടില്ല. ഇതെന്റെ വാക്കാ. ദക്ഷ നിറകണ്ണുകളോടെ അവനെ നോക്കി. പിന്നെ ആ മാറിൽ തലചായ്ച്ചു. അവൻ പൂർണ്ണമായി ഒന്നും വിശ്വസിച്ചില്ലെങ്കിലും ദക്ഷ വളരെ ഗൗരവത്തോടെയാണ് ഈ സംഭവത്തെ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് അവന് ബോധ്യമായി. എടി, ഇതെന്തു തന്നെയാണെങ്കിലും നീ പേടിക്കുന്നത് പോലെ ഒന്നും നമുക്ക് സംഭവിക്കില്ല. അതിന് ഞാൻ അനുവദിക്കില്ല. ആദി, ട്രസ്റ്റ് മീ. അവൾ ആദിത്യനെ ഇറക്കി കെട്ടിപ്പിടിച്ചു. അവൻ അവളെ ഒരു മുയൽക്കുഞ്ഞിനെ പോലെ തടവിക്കൊണ്ടേയിരുന്നു. ആദിത്യൻ പറഞ്ഞത് പ്രകാരം ദക്ഷ അഖിലയെ വിളിച്ച് അവരുടെ പിണക്കം തീർത്തു. ആദിത്യൻ വേണ്ടവോളം അവളെ ആശ്വസിപ്പിച്ചുവെങ്കിലും അവൾ അവർക്കെന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ആദിത്യനും ദക്ഷയും പിരിയാനാവാത്ത വിധം മടുത്തുകൊണ്ടേയിരുന്നു. ആഴ്ചയിൽ 2 തവണ ദക്ഷ ആദിത്യന്റെ വീട്ടിൽ പോകുമായിരുന്നു. അവരുടേത് മാത്രമായ ലോകത്ത് അവർ സന്തോഷം കണ്ടെത്തി. അവളുടെ ചുണ്ടുകളോടും അരക്കെട്ടിനോടുമുള്ള അവന്റെ ബലഹീനതയ്ക്ക് ഇപ്പോഴും ഒരു മാറ്റവുമില്ല. അവരുടെ പ്രണയം വിജയക്കുഴി പാറിച്ചു മുന്നേറവേ ഒരു ദിവസം കോളേജിൽ വെച്ച് ദക്ഷ വീണ കയ്യിൽ പരിക്ക് പറ്റി. വിവരമറിഞ്ഞ് ആദിത്യൻ അവളെ കാണാൻ നഴ്സിംഗ് റൂമിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ പോണോ? എന്തിന്? ഇത് ഇത്തിരി ഉള്ളു ആദി. നീ എവിടെ നോക്കിയാ നടന്നേ? അത് 2 ചെക്കന്മാർ ഓടിയപ്പോ തട്ടിയതാ. അഖിലയുടെ? അവളോട് ക്ലാസ്സിൽ പൊക്കോളാൻ പറഞ്ഞു. ആര്? സിസ്റ്ററും. എന്നോട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പൊക്കോളാൻ പറഞ്ഞു. ആദിത്യന്റെ മുഖത്ത് നിരാശ കണ്ടാൽ ദക്ഷയ്ക്ക് എന്തോ വലിയ അപകടം പറ്റിയെന്ന് തോന്നി. ആദിക്കിപ്പോ പീരീഡ് ഇല്ലേ? ഉണ്ട്. എന്നാ ചെല്ല്, ഞാനും ഇപ്പൊ പോവും. ആദിത്യൻ വാതിൽക്കൽ വരെ നടന്ന് ഒരു കള്ളച്ചിരിയോടെ തിരിച്ചു വന്നു. ആദി വേണ്ട, ആ സിസ്റ്റർ ഇപ്പൊ വരും, പ്രശ്നം. ആദിത്യൻ അവളെ പറഞ്ഞ് മുഴുമിപ്പിക്കാൻ പോലും അനുവദിച്ചില്ല. അവളുടെ ചുണ്ടുകളെ കാർന്നു തിന്നുന്ന തിരക്കിൽ സിസ്റ്റർ വന്നത് 2 പേരും അറിഞ്ഞില്ല. എന്നാൽ അവരുടെ മുഹൂർത്തത്തെ തച്ചുടയ്ക്കാതെ സിസ്റ്റർ തിരികെ പോയി. ദക്ഷയുടെ കുടുംബത്തെ വ്യക്തിപരമായി അറിയാവുന്ന അവർ ദക്ഷയുടെ അമ്മയെ വിവരം അറിയിച്ചു. അന്ന് വൈകിട്ട് തിരികെ വീട്ടിലെത്തിയ ദക്ഷയ്ക്ക് കിട്ടിയത് ശകാരങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. ഒടുവിൽ അവരുടെ ബന്ധം ദക്ഷ അച്ഛനോട് അവതരിപ്പിച്ചു. കടുത്ത നിശബ്ദതയായിരുന്നു മറുപടി. മറ്റൊരു യുവ ബിസിനസ്സുകാരനുമായി അയാൾ മുന്നേ ദക്ഷയുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്നു. പെട്ടെന്നൊരു വെളിപ്പെടുത്തൽ ഒരു പൊട്ടിത്തെറിയിൽ മാത്രമേ കലാശിക്കൂ എന്ന് അയാൾക്കറിയാമായിരുന്നു. അവളെ കോളേജിൽ വിടാതിരിക്കലല്ലാതെ അവരുടെ ബന്ധത്തെ വിലക്കുന്നതിൽ പ്രയോജനമില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. എന്നാൽ ദക്ഷയുടെ പിടിവാശിയും ബുദ്ധിസാമർഥ്യവും അയാൾക്ക് നന്നായി അറിയാമായിരുന്നു. അതിനാൽ ദക്ഷയ്ക്ക് പകരം ആദിത്യനോട് സംസാരിക്കാൻ അയാൾ തീരുമാനിച്ചു. രാത്രി അവൾ എല്ലാ വിവരങ്ങളും ആദിത്യനെ അറിയിച്ചു. എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് അവൻ അവൾക്ക് വാക്കുകൊടുത്തു. പിറ്റേ ദിവസം ലഞ്ച് ബ്രേക്കിന് ദക്ഷയുടെ അച്ഛൻ ആദിത്യനെ കാണാൻ കോളേജിലെത്തി. ഇരുവരും ക്യാന്റീനിൽ അവരുടെ വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടു. ദക്ഷയെ ആദിത്യന് കൊടുക്കില്ല എന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. കോളേജ് കഴിയുന്നതിന് മുമ്പ് ദക്ഷയെ അയാൾ കൂട്ടിക്കൊണ്ടുപോയി. ആദിത്യന് അതിന് സാക്ഷിയാവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. രാത്രി അവൻ ദക്ഷയ്ക്ക് ഒരുപാട് മെസ്സേജുകൾ അയച്ചിട്ടും അവൾ അത് സീൻ ചെയ്യുക പോലും ചെയ്തില്ല. ഫോൺ മേടിച്ചു വെച്ചതിലുള്ള അമർഷം അവൾക്ക് കരഞ്ഞു തീർക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. രാത്രി ഏറെ വൈകി എപ്പോഴോ അവൾ നിലത്തിരുന്ന് കട്ടിലിൽ തല ചാരി വെച്ച് ഉറങ്ങിപ്പോയി. അവളുടെ കവിളുകളിൽ കണ്ണീർച്ചാൽ ഉണങ്ങിപ്പിടിച്ചിരുന്നു. നിദ്രയുടെ ആഴക്കടലിലേക്ക് വഴുതി വീഴാനൊരുങ്ങിയ ദക്ഷയെ ഒരു ശബ്ദം അലോസരപ്പെടുത്തി. അവൾ നിദ്ര വെടിഞ്ഞ് ശബ്ദം കേട്ട ദിശയിലേക്ക് നോക്കി. ജനലിന് മറുവശത്ത് ഒരു ആൾരൂപം കണ്ടവൾ ഞെട്ടിയില്ല. കാരണം അവളുടെ പ്രാണനായകന്റെ നിഴല് പോലും അത്രമേൽ സുന്ദരമായിരുന്നു. അവളുടെ മുഖം സന്തോഷത്തോടെ വിടർന്നു. അവൾ 2ാമത്തെ ജനൽപ്പാളി തുറന്നു. അവൻ അങ്ങോട്ടേക്ക് നീങ്ങി നിന്നു. ജനൽ കമ്പിയിൽ 2 കൈകളും വെച്ചവൾ നിറ കണ്ണുകളോടെ അവനെ നോക്കി. ചാടാനുള്ള ധൈര്യമുണ്ടോ? അവൾ വരണ്ടുണങ്ങിയ ചുണ്ടിനെ നാവുകൊണ്ട് ജലം പകർന്ന് തിളക്കമുള്ളതാക്കി. ജനൽ കമ്പികൾക്കിടയിലൂടെ അവന്റെ കവിളിൽ ഒരു നുള്ളു കൊടുത്തു. അവൻ അത് അവളുടെ മൗനാനുവാദമായി സ്വീകരിച്ചു. 15 മിനിറ്റ് പോലും വേണ്ടി വന്നില്ല ദക്ഷയ്ക്ക് ഡ്രസ്സും സർട്ടിഫിക്കറ്റുകളും പാക്ക് ചെയ്യാൻ. കൂടാതെ മാർജിൻ അടക്കം വരച്ച് അവൾ ഒരു കത്തും എഴുതി വെച്ച് ബാൽക്കണിയിലൂടെ താഴേക്ക് ഇറങ്ങി. ഇരുട്ടിന്റെ മറവിൽ നിലാവിന്റെ വെളിച്ചത്തിൽ അവൾ അവനൊപ്പം മതിലും ചാടി അകലെ പാർക്ക് ചെയ്ത ആദിത്യന്റെ കാറിനടുത്തേക്ക് ഓടി. ഇരുവരും കാറിൽ ചാരി നിന്ന് ശ്വാസം തിരികെ പിടിച്ചു. ദക്ഷ കൊളുത്തിയ വയറിൽ അമർത്തി പിടിച്ച് അവനെ നോക്കി. അവൻ കിതച്ചുകൊണ്ട് ചിരിക്കുകയായിരുന്നു. അവൾ വയറിലെ പിടിവിട്ട് അവൻ അരികിലേക്ക് നടന്നു. അവൻ കിതപ്പ് നിർത്തി നിവർന്നു നിന്നു. അവളെ തന്റെ കൈകളിൽ തടവറയിലാക്കി. അവന്റെ ചുണ്ടുകൾ അവൾക്കായി തുറന്നു കൊടുത്തു. പിറ്റേന്ന് മുഖത്ത് വെയിലടിച്ചപ്പോഴാണ് ദക്ഷ കണ്ണു തുറന്നത്. കാർ റണ്ണിങ്ങിലാണ്. നമ്മളെങ്ങോട്ടാ? എന്റെ വീട്ടിലോട്ട്. അമ്മയോട് പറഞ്ഞോ? അമ്മ പറഞ്ഞു നീ അവളെ വിളിച്ച് ധൈര്യമായി വീട്ടിലോട്ട് വരാൻ. പിന്നെ തന്നോട് പറയാത്ത ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താ? നിന്റെ അച്ഛൻ നമ്മുടെ പുറകെ വരും. സോ നമുക്കിന്ന് അമ്പലത്തിൽ നിന്ന് കിട്ടിയാലോ? അമ്മ പറഞ്ഞതാ. എനിക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ അച്ഛൻ വന്നാലും എന്റെ സമ്മതമില്ലാതെ എന്നെ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. അപ്പൊ പിന്നെ ഇതിപ്പോ വേണോ?
അച്ഛന്റെ ദേഷ്യം കുറച്ചു കഴിയുമ്പോ മാറും. അപ്പൊ എല്ലാവരുടെയും സമ്മതത്തോടെ സന്തോഷത്തോടെ നടത്തിക്കൂടെ? അത് തന്നെയാണ് എനിക്കും ഇഷ്ടം. പക്ഷെ അമ്മ പറയുന്നത് നിന്നെ ബലമായി പിടിച്ചുകൊണ്ടേ പൂട്ടിയിട്ടാലോ എന്നെ ഉപദ്രവിച്ചാലോ എന്നൊക്കെയാ. അമ്മ ആളൊരു പാവാല്ലേ? അയ്യോ, ആണോന്നോ? ഇവിടെ എത്ര രാവിലെ വെയില് വരുവോ? നീ അതിന് ഈ സമയത്ത് പുറലോകം കണ്ടിട്ടുണ്ടോ? ഇടയ്ക്ക് ജനാലയുടെ കർട്ടനെങ്കിലും മാറ്റണം. എന്റെ വീട് കണ്ട താൻ ഞെട്ടും. അതെന്താ, ഞങ്ങളെക്കാൾ വലിയ വീടാണോ? അത് കാണുമ്പോ നിനക്ക് മനസ്സിലാവും. എത്താനായി. അവൾ ആകാംക്ഷയോടെ അവന്റെ വീടെത്താനായി കാത്തിരുന്നു. എന്നാൽ വീട്ടുവളപ്പിനോടടുത്തെത്തിയപ്പോൾ അവളുടെ മനസ്സും ശരീരവും അസ്വസ്ഥമാവാൻ തുടങ്ങി. പഴക്കം ചെന്ന് ഒരു വലിയ തറവാട്ടുമുറ്റത്ത് ആദിത്യൻ കാർ നിർത്തി. ദക്ഷയുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു.